4, 5, 6 ക്ലാസ്സുകൾ പഠിക്കുന്ന എൻ്റെ കുട്ടികൾക്കുള്ള ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ പല ഡ്രീംസും ആംബിഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, നമുക്ക് അങ്ങനെ ആവണം, ഈ ഒരു നിലയിലെത്തണം, ഈ പൊസിഷനിലെത്തണം, ഇന്ന കമ്പനി കയറണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ നമ്മളുടെ അമ്മമാരുടെ അതേപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻറ്റിമാർ, അങ്ങനെ അമ്മായിമാർ, അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് ഡ്രീംസ്. എന്നാൽ അതിൽ കുറേ പേര് ആ ഒരു ഡ്രീംസിലേക്ക് എത്താതെ പോയവരുണ്ടാവും, പകുതി വഴിക്കുന്ന അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നവരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ എന്തായിരുന്നു അതിനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കപ്പ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം അന്നത്തെ കാലത്ത് ഒരുപാട് ഫാമിലീസ് അങ്ങനെ എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ കാണുന്ന എല്ലാ കുട്ടികളും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒരേപോലെ ഫിനാൻഷ്യലി സൗണ്ട് അല്ല. പല ആൾക്കാരും ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ കഴിവുകൾ കോംപ്രമൈസ് ചെയ്ത് പോകാൻ വേണ്ടി പാടില്ല. കാരണം നമുക്ക് ഇനി അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഒരാൾക്കാ പറ്റുക. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ചിലപ്പോൾ അതേപോലെ കിട്ടാതെയൊക്കെ വരുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് പഠിക്കണം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങളുടെ അച്ഛനും അമ്മയും എപ്പോഴും റെഡി ആയിരിക്കും. ഇനി ചിലപ്പോൾ അതും നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പറ്റാതെ പോകുന്നതുകൊണ്ട് നിങ്ങളെ പഠിത്തം ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം വരരുത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ 4, 5, 6 ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾക്ക് നമ്മളുടെ എഡ്യൂപോർട്ടിൻ്റെ ക്ലാസ്സസ് ഇനി നമ്മളുടെ സ്വന്തം ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഒരു പൈസ പോലും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു ഓഫർ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പം 4, 5, 6 നിങ്ങൾ പഠിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സും അത്രയും ക്വാളിറ്റിയോടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ അതിന് വാല്യൂ ഇല്ല എന്ന് കരുതരുത്. ഇത് എല്ലാവർക്കും ഒരേപോലെ പഠിച്ച് ഒരേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ റെഡി ആക്കുന്ന ഒരു ബേസാണ് ഈ 4, 5, 6 എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് ട്യൂഷന് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങളുടെ പഠിത്തം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ എഡ്യൂപോർട്ട് ഇത്ര അടിപൊളി ഓഫർ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ആക്സസ് കിട്ടാന്നുള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നിങ്ങൾ എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ആദ്യം ഗെറ്റ് സ്റ്റാർട്ടഡ് വരും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണും, നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കാണും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു 6 ഡിജിറ്റ് OTP വരുന്നതായിരിക്കും. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാനുള്ള രീതിക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ആപ്പിൽ കയറുന്നെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാൻ വേണ്ടി വരും. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക. അപ്പോൾ മിസ്സിൻ്റെ പേരാണെങ്കിൽ ശ്രുതി പ്രകാശ് എന്ന് ഫുൾ നെയിം അടിച്ചു കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ടാവും, ജെൻഡർ ചോദിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ബോർഡ് ചോദിക്കുന്നുണ്ടാകും, അതേപോലെ ക്ലാസ് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ കൊടുക്കുക. ഇപ്പോൾ ക്ലാസ് ചെറുതായിട്ട് തെറ്റിപ്പോയാലും കാര്യമില്ല, പ്രശ്നമില്ല. നിങ്ങൾക്ക് ആ ഒരു ആപ്പിൽ കയറി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ക്ലാസ് 6 ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാവും, ഇംഗ്ലീഷ് മീഡിയമോ അല്ലെങ്കിൽ മലയാളം മീഡിയമോ എന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താവും, ആപ്പിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ടാസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നന്ന് നടക്കുന്ന ലൈവ് ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അത് ആപ്പിൽ ഓൾറെഡി കയറിയ മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം, മേലെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ക്ലാസ് 6 ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ 5ാം ക്ലാസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി, മാറ്റി കൊടുത്താൽ മതി. ക്ലാസ് 5 ഇംഗ്ലീഷ് മീഡിയമോ ക്ലാസ് 5 മലയാളം മീഡിയമോ കൊടുത്താൽ മതി. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. ഇതോടുകൂടി തന്നെ നിങ്ങൾക്ക് എന്താവും, എഡ്യൂപോർട്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സസും, അതായത് ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും നമ്മളുടെ വരുന്ന ആനുവൽ എക്സാമിന് അടിപൊളിയായിട്ട് മാർക്ക് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിന് റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ റെഡി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം.